മന്ത്രിയുടെ കേസ് വെച്ച് തട്ടുകൾ അച്ഛന് വേണ്ടിട്ട് ഈ കർമ്മം ഞാൻ ചെയ്യും. പിടിക്കണവനെ. നീ എന്റെ കൂട്ടുകാരായിരുന്നില്ലേ? ഈ മാർഗം എത്തണ്ട. ആട് ബമ്പേ ആടാട് ബമ്പേ ഞാൻ ഓപ്പാകുന്നുണ്ട്, നീ ഓപ്പ പാട് ആട് പാട് ആട് ആ ബമ്പേ ആട് ബമ്പേ ആട് ബമ്പേ ആട് ബമ്പേ ആടാ. കഴിക്കണ വേണ്ട, കൃഷ്ണേട്ടാ അവരെന്നെ കുത്തി. സാരല്ല സാരല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാലേ, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ തന്നെ ഏൽപ്പിക്കുന്നത്. അറിയാം സാർ, ഈ കേസ് എന്റെ കയ്യിലേക്ക് തന്നെ വരുമെന്ന് ചെറിയൊരു സൂചന മുമ്പേ എനിക്ക് കിട്ടിയിരുന്നു. മന്ത്രിതലത്തിൽ തന്നെ ഹൈ പ്രഷറിലൊരു കേസാണ്. അറിയാം സാർ. ഇതൊക്കെ ഒഫീഷ്യലാണ്. ഈ കേസിൽ തനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും തനിക്ക് എന്നെ വിളിക്കും. സാർ, ഈ കൃഷ്ണ എന്നതിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അവനെ പിടിച്ചാൽ ഈ കേസ് ഇതുപോലെ തെളിയിക്കാൻ പറ്റും. അവന്റെ ഇരുതൂണികളുടെ കളി അത് ഈ കേസിനോടുകൂടി അവസാനിക്കും. ഇത് ഈ കേസിന്റെ ഇതുവരെയുള്ള കേസ് ഫയലാണ്. ഇത് താൻ വെച്ചോ, തനിക്കിത് ഉപകാരപ്പെടും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നിങ്ങൾ നോക്കിയിട്ടാണല്ലോ നിനക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നീ നിനക്ക് വേണ്ടി ചെയ്താൽ മതി. നീ ചെയ്ത കൊലപാതക കേസ് അന്വേഷിക്കാൻ എസ്ഐയും സംഘവും അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. ആ എസ് ഐ ആളൊരു മോരേടതാണ്. അയാൾ ഇതുവരെ അന്വേഷിച്ച കേസെല്ലാം പിടിച്ചു. രാഷ്ട്രീയ ജീവിതം. ഇനി നീ നാട്ടിൽ നിൽക്കണ്ട. പോകുമ്പോൾ ഈ വേഷത്ത് പോണ്ട. ഏത് മന്ത്രിയുടെ മോനായാലും സാധാരണക്കാരനായാലും അല്ലടാ. കൊലപാതകം അത് ഒരു രാഷ്ട്രീയക്കാരെ മാത്രം കുത്തകയല്ലല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരനും ഇല്ല ഇതൊക്കെ. പിന്നെ ഈ കേസിൽ അത് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ. എന്തേ രാഷ്ട്രീയവും പോലീസും തമ്മിലുള്ള കളി അതൊന്ന് കണ്ടറിയണം. രാഷ്ട്രീയക്കാരൊന്നും അല്ല പോലീസുകാരെ നിയമിച്ചത്. നമ്മൾ പോലീസുകാർ തീരുമാനിക്കും ഏത് കേസ് പിടിക്കണം, എന്ത് ശിക്ഷ കൊടുക്കണം. അത് കോടതിയും അത് അംഗീകരിക്കും. എന്നെ പോലെ രാഷ്ട്രീയക്കാരാ തൊടാൻ പറ്റില്ല. ഇതൊന്നും പിടിക്കാൻ പറ്റും തോന്നുന്നു പറയാം. എത്ര വലിയ കൊമ്പനായാലും നമ്മളെ സാറിന്റെ കൂടെ പോയിരിക്കും. ഇത് നമുക്കൊന്ന് കാണാം സാറേ. ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർക്കൊന്നും നമ്മൾ ചെയ്തുകൊടുക്കേണ്ട ആവശ്യം. ഈ രാഷ്ട്രീയം ഒരു കുട്ടിക്കളിയല്ല. കണ്ടറിഞ്ഞ് കളിച്ചില്ലെങ്കിൽ തൊപ്പി ഒരു വീട്ടിലിരിക്കേണ്ടി വരും. ഈ രാഷ്ട്രീയക്കാരെയും കൂട്ടുപിടിക്കേണ്ടി വരും, മറക്കണ്ട. എന്നാലും നമ്മുടെ ലക്ഷ്യം ഈ കേസ് തെളിയിക്കലാണ്.
കേരള പോലീസിന്റെ അഭിമാനമാണ്. ഈ കേസ് നമ്മളെ പൊളിക്കും അല്ലടാ. നമുക്ക് തുടങ്ങിയാലോ? അവിടെ പോയാലേ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. ഈ കൊലപാതക കേസ് കൂടെ പിടിച്ച എനക്കൊരു പ്രൊമോഷൻ. എന്നാ ഇത് തെളിയിച്ച കേരള പോലീസിലൊരു കൊണ്ടുപോര്. അത്രേ ഉദ്ദേശമുള്ളൂ. അതങ്ങ് നേടിയെടുക്കണം. നമ്മ 3 പേര് പോയാൽ മതി സാറേ. സാറിനെന്ത് പേടിയുണ്ടോ? പേടിക്കാൻ അങ്ങനെയാണ് കാക്കിയുടെ ആവശ്യമില്ലല്ലോ. നമുക്കങ്ങ് തമിഴ്നാട്ടിൽ പോയാലും ശരി, കേരളത്തിലായാലും ശരി, കേരള പോലീസിന് ജോലി അതാ പ്രധാനം. ഒരു അഭിമാനം തന്നെയല്ലേ സർ? ശരിയാ. ഈ യൂണിഫോമിനോട് കാണിക്കുന്ന ഒരു കൂറും ഒരു ബലവും അത് ഈ കാക്കിക്ക് ശരിക്കും. സാറ് പറഞ്ഞ ലൊക്കേഷൻ ഇതന്നെയല്ലേ സാറേ? അതല്ലേ സാറേ. ഇത് മന്ത്രിയുടെ മോദന്റെ വന്ന പ്രതി ഇവൻ തന്നെ. നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച നിയമം. സർ, എനിക്ക് ചില സംശയങ്ങൾ മാത്രമേ കേസിൽ ബാക്കിയുള്ളൂ. സർ, ഈ കൊലപാതക കേസിന്റെ റിപ്പോർട്ട് എവിടെ? ഈ കത്തിയിലും അതുപോലെ തന്നെ ഈ കണ്ണിലുള്ള ഫിംഗർ പ്രിൻ്റ് ഒരേപോലെയാണ്. പക്ഷേ ഈ കുത്തു കൊണ്ടവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഈ കത്തിയിലും അതുപോലെ കണ്ണിലും ഉണ്ട്. കൈ പുറകോട്ട് വലിച്ച് കുത്തിയെന്നാണ് മത്സരത്തിൽ നിന്ന്. പക്ഷേ ഈ കുത്തു കൊണ്ട ആളെ ഫിംഗർ എങ്ങനെയാണ് ഈ കണ്ണടയിൽ വന്നത്? ഈ കുത്തിയാള് കണ്ണട ഉപയോഗിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ മൂന്നാമതൊരാളുണ്ടാവും. ഓടാൻ അയച്ചേക്ക്, ഞാൻ ഇവിടെ എത്തിക്കോളാം. അതൊക്കെ ഞാനെത്തു. എപ്പോഴാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എന്നാ ഓക്കെ ഓക്കെ കാണാം. സാറേ, ഈ കൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാം. അയാൾ ഇതുപോലത്തെ ഒരു കണ്ണട വെക്കണം. ഇരുന്നാളത്തെ അന്വേഷണം അയാളോട് നിങ്ങൾ അപ്പോൾ പിന്നീട് അന്വേഷണം അപ്പം പറയുക. ഞാൻ പറയട്ടെ. പെടാനോ പെട്ടു. എന്നാ ഈ നിന്ന് രക്ഷപ്പെടണം. അന്നേരം ഒരു കോപ്പിലെ ഫോണ്. മോനെ, നീ ചിങ്ങവനത്തിലേക്ക് എത്തിയോ? അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇവിടെ പോലീസ് പരക്കം പാകി ചെയ്തു. പിന്നെ നിനക്കൊരു കാര്യം അറിയാലോ, അത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ കൃഷ്ണന് ചെറിയ പൈസ ആവശ്യമുണ്ട്. അത് നീ തരണം. അത് നീ തന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒപ്റ്റിക്കൽ ഷോപ്പ് എവിടെയാണ്? നമ്മളിവിടെ ഇറക്കിയ ഇവിടെ കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓ, 2025 രജിസ്റ്റർ അത് ഇവിടുത്തെ. അതിലൊരു കൃഷ്ണൻകുട്ടി. ഉണ്ട്. ഈ കണ്ണട ഈ പേരിലുള്ള ആണ്ട് തന്നെയുണ്ട്. ഇത് ഇവിടെ തന്നെ വാങ്ങിയ കണ്ണടയാണ്. കൃഷ്ണൻ എന്ന പേരിലുള്ള ആളുടെ തന്നെയാണ് തീർച്ചയായിട്ടും.
താങ്ക് യു. ഓക്കെ. ഒറ്റ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കൊലപാതകം പണമായി മാറുന്നുണ്ട്. 10, 10, 20 ഒരു 50-ലേക്ക് എത്തിക്കണം. എത്തിച്ചല്ലോ. 50-ലേക്കല്ല, നമ്മളെ ഇവിടെ തന്നെ എത്തിച്ചു. ഇയാൾ അന്ന് പറഞ്ഞ തൊപ്പി നമുക്ക് ഊരി വെച്ചല്ലോ സാറേ. ശരിയാ. ഈ കണ്ണട പുതിയാണല്ലേ? ഓ, പഴയതവിടെ വെച്ച് എടുക്കാൻ മറന്നു അല്ലേ? ആ കണ്ണട കൊലപാതകം ചെയ്ത് നിങ്ങളാണെന്നറിയാം. ഇനി എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നെ വെറുതെ വിട്ട സാറേ, ഞാൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എല്ലാം നിയമത്തിന് വഴിക്കാണ്. പിടിക്കടാ. കൊന്നത് നീയാണ് നമുക്കറിയാം. നീ ബാക്കി കഥകളൊന്നും പറമോനെ. ഇങ്ങനെയൊന്നും ചോദിച്ചാലേ ഇവന്മാർ സത്യം പറയല സാറേ. പോലീസ് സ്റ്റേഷനായി പോയില്ലേ? ഈ തനി പോലീസുകാരെ കണ്ടുണ്ടോ? എനിക്ക് ഇവിടെ കേൾക്കാം. അതെ, കുത്തിയത് ഇവരാണ്. ഒന്നത് ഇങ്ങോട്ടാണോ? ഇയാളാണ്. ഇതൊരു മുട. രക്ഷിക്ക്. നിന്നെ രക്ഷിച്ചാൽ പിന്നെ എനിക്ക് രക്ഷയുണ്ടാവില്ല. അതേണ്ടത് ഞാൻ മാത്രമാണ്. ഈ കൊലപാതകം കൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് എനിക്കറിയാം. ഇതെന്താ സാർ പ്രതികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു? അതൊക്കെ പറയാം. പോലീസ് ഒരു കൊലപാതകം കൊണ്ട് എനിക്ക് 20 ലക്ഷമാണ് കിട്ടിയത്. ആ പണം മതി എനിക്ക് ഈ കേസ് നൂരെ. 20 ലക്ഷം 20 സെക്കൻഡ് ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. ഞാൻ പറഞ്ഞല്ലേ? ഏതായാലും ഓക്കെ അല്ലേ? കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടല്ലോ. എന്താണ് കാര്യങ്ങൾ? അവിടെ അതെനിക്കറിയാം. ഓക്കെ, അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. വിളിച്ചില്ല. അറിയാം, പ്രതി എന്റെ മകനാണെങ്കിൽ ഈ ദൗത്യം കൃത്യമായി നിർവഹിച്ച് അഭിനന്ദനം. താങ്ക് യു സാർ. സാറിന്റെ ആ 20 സെക്കൻഡ് പ്രതി കൃത്യമായി സത്യം പറഞ്ഞു. അതോടെ ആ കേസിന്റെ കാര്യത്തിനൊരു തീരുമാനമായി. സാർ, ഈ കേസ് ഇവിടെ വെച്ച് അവസാനിക്കണം. ഇനി ഭാഗവരിയോടെ എന്നാ? ഇനി ഇതുപോലെ എത്ര കേസ് വരാനുണ്ട് സാർ? ശരിയാണ്. വീണ്ടും അടുത്ത കേസുമായിട്ട് കണ്ടു.